ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയുക്ത സ്ഥാനാർത്ഥി വയനാട് നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തുന്നതിനായി വയനാട്ടിലെത്തും. മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്നും നിരവധി ബൈക്കുകളുടെയും കാറുകളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ മാനന്തവാടിയിലും പിന്നീട് കൽപ്പറ്റയിലേക്കും അതിനുശേഷം ബത്തേരിയിലേക്കുമാണ് റോഡ് ഷോ നടത്തുന്നത്. വയനാട് സുപരിചിത മേഖലയാണെന്നും വ്യക്തിബന്ധവും മേഖലയിലെ പ്രവൃത്തി പരിചയവും തന്റെ പ്രവർത്തനത്തിനും വിജയത്തിനും മുതൽക്കൂട്ടാകുമെന്നും ആനി ഡി രാജ പറഞ്ഞു. വയനാട്ടിലേക്ക് പോകും വഴി ജന്മനാടായ വട്ടപ്പറമ്പിലെ വീട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങൾ ഇന്നനുഭവിക്കുന്ന വന്യമൃഗ ഭീഷണി കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുമെന്നും ആനി ഡി രാജ കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നി. പാർട്ടി എന്റെ ഇത്ര 40-45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു പുതിയ ചുമതല എന്നിൽ അർപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടെ അതിലേറെ എന്താ പറയുക, ഒരു ഐ ഫീൽ സോ പ്രൗഡ്. ആ ഒരു സന്തോഷത്തോടെ ഞാൻ അതിനെ സ്വീകരിച്ചത്. അത് ഇത്ര നാളും പാർട്ടി സംഘടനാ പ്രവർത്തനമാണത് നിരുന്നത്. ഇപ്പം മറ്റൊരു പുതിയ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണ്. ആ ചുമതല തീർച്ചയായിട്ടും ആ ചുമതലയിലേക്ക് കടക്കണമെങ്കിൽ വലിയൊരു കടമ്പ കടക്കേണ്ടതുണ്ട്. ആ കടമ്പ കടക്കുന്നതിന് വലിയ എല്ലാവരോടും ചേർന്നുകൊണ്ട് ഞാനൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. 20 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഈ സംസ്ഥാനത്ത്. അവരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവും നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനും അതുവഴി ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയാണുള്ളത്. ആർളം പോലുള്ള ഈ മലയോര മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്ത് വളർന്ന് ദേശീയതലത്തിലെത്തിയ ഒരു സഖാവാണ് ശ്രീമതി ആനി രാജ. ഞങ്ങളൊക്കെ ആനി തോമസ് എന്നും ആനി ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രവർത്തകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ഇപ്പം വയനാട് പോലുള്ള ജില്ല പിന്നെ പാർലമെന്റ് മണ്ഡലം മലയോര മേഖലയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായുള്ള ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് കാട്ടാനയോട്, കടുവയും കാട്ടാനയുടെയും ഒക്കെ. അപ്പം ജയിച്ചു വരികയാണെങ്കിൽ ഇവർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ അവർക്ക് സംരക്ഷണം നൽകണം. ഇവർക്ക് വേണ്ടി ഇതിനു വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ആ പ്രദേശത്തെ ഇതിന്റെ ഒരു വിപത്ത് എന്താണ് എന്നും ഇത് ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം എത്ര വലുതാണ് എന്നും ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ആർളം ഫാമിൽ തീർച്ചയായിട്ടും ആദിവാസി പുനരധിവാസ മേഖലയിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഞാൻ അത് വിസ്മരിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരാഴ്ചക്കകത്ത് തന്നെ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വയനാട്ടിലും കണ്ടത്. അപ്പോൾ ഈ ഒരു വലിയ മനുഷ്യ മൃഗ ഒരു സംഘർഷം എന്ന് പറയുന്നത് അത് നമ്മൾ അവിടെയുള്ള പ്രാദേശികമായുള്ള ജനങ്ങളോട് ഏത് വിഷയത്തിനും പ്രാദേശികമായി ഉള്ള ആളുകൾക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. അപ്പൊ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് എന്താണ് പ്രായോഗിക തലത്തിൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്, അതല്ല സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ കാരണം ഇത് നിയമങ്ങൾ ഒക്കെ ഉണ്ട് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ നിയമങ്ങൾ ഈ സംഘർഷം കുറയ്ക്കുന്നതിന് അല്ലെ തടയുന്നതിന് ഉപകരിക്കുന്ന വ്യവസ്ഥകൾ പലതുണ്ടെങ്കിൽ അത് നടപ്പിലാകുന്നില്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടലുണ്ടാകും. അതല്ല ഇനി പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരണം ഇത്തരത്തിലുള്ള സംഘർഷം തടയുന്നതിന് എങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം. പക്ഷെ അതല്ല ഇത് പറയുമ്പോഴും അതൊക്കെ ആ മണ്ഡലത്തിലെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുക. ഒരുപക്ഷെ വയനാടുകാർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ആനി രാജയുടേത്. കാരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പുറമേ നിന്നുള്ള, അതായത് പുറമേ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കുറെ ദൂരെയുള്ള ആളുകളാണ് നേരത്തെയൊക്കെ എംപിമാരൊക്കെയായി ജയിച്ചു വന്നിട്ടുള്ളത്. ഇതിപ്പോ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ് വയനാട് ജില്ലയുടെ മാനന്തവാടി എന്ന് പറയുന്ന പേരിയ എന്ന് പറയുന്ന അതിര് പങ്കിടുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ആ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആൾ അവിടെ സ്ഥാനാർത്ഥിയായി എം പി ആയി വന്നാൽ അവർക്കേറെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എതിരാളിയെക്കുറിച്ച് വല്ല അറിവും
ഉണ്ടോ? ഇല്ല, ഇത് അതിലേക്ക് വരുമ്പോ എനിക്ക് അവർക്കുള്ളതിനേക്കാൾ ഏറെ സന്തോഷം എനിക്കാണ് ഉണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ഞാൻ പഠിച്ചതിനോടൊപ്പം തന്നെ ഞാൻ വയനാട്ടിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. കാരണം കേരള മഹിളാ സംഘത്തിന്റെയും അതുപോലെ തന്നെ ASFലൊക്കെ പഠിക്കും, ജില്ലയുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SFന്റെ പരിപാടികളുമായി, പ്രത്യേകിച്ച് കൂടുതൽ പറഞ്ഞാൽ മഹിളാ സംഘത്തിന്റെ, കേരള മഹിളാ സംഘത്തിന്റെ എനിക്ക് ചുമതലയുള്ളത് വയനാട്ടിൽ ചുമതലയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ ജില്ലകളായിരുന്നു എനിക്ക് ചുമതല. അപ്പോൾ വയനാടിന്റെ ഓരോ മുക്കിലും മൂലയിലും രമണി ജോർജിനെ ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു, ജോർജ് സാറിനെ അനുസ്മരിക്കുന്നു. ആ സഖാക്കളുടെ രമണി ചേച്ചിയായിരുന്നു അന്ന് മഹിളാ സംഘത്തിന് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവ രമണി ചേച്ചിയോടൊപ്പം പല സ്ഥലങ്ങളിലും മണ്ഡലങ്ങളിലും പോകുക. രമണി ചേച്ചി അല്ല എങ്കിലും അവിടെ മറ്റ് സഖാക്കളുണ്ട്, സഖാവ് മഹിജയുണ്ട്, അങ്ങനെ എല്ലാവരും. അപ്പൊ അവരോടൊപ്പം തന്നെ എല്ലാ വയനാടിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അത് ഞാനൊരു സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ. പക്ഷെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ പ്രചാരണത്തിനായി പല സ്ഥലങ്ങളിലും വയനാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്.